ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2197. ഇന്ന് ജനുവരി മാസം 5-ാം തീയതി. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗമൊന്ന് വായിക്കാം. ഒരു മരണവൃത്താന്തമുണ്ട്. മരണവൃത്താന്തം ആരെങ്കിലും ശരിക്കും ആശ്വസിപ്പിക്കാറുണ്ടോ? ഇത്തിരിയെങ്കിലും സന്തോഷിപ്പിക്കാറുണ്ടോ? അതായത് ആരെങ്കിലും മരിച്ചെന്ന് കേട്ടാൽ ആർക്കെങ്കിലും കുറച്ചൊരു ആശ്വാസമോ സന്തോഷമോ ഒക്കെ തോന്നുമോ? സാധ്യതയുണ്ട്. ഭൂമിയല്ലേ, ഭൂമിയിലെ മനുഷ്യജീവിതമല്ലേ, നമ്മളൊക്കെയല്ലേ അതിൻ്റെ പ്രധാനികൾ, നേതാക്കന്മാർ. സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓരോ മനുഷ്യനും അവനവൻ ജീവിച്ചിരിക്കെ തന്നെ ഏറ്റവും സ്വകാര്യതയിലൊന്ന് ആകുലതയോടെ, ആകാംക്ഷയോടെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോൾ വേണമെങ്കിലും ഞാനും കടന്നു പോകാം. ആരൊക്കെയായിരിക്കാം എൻ്റെ ആ വിയോഗത്തിൽ, എൻ്റെ ആ അസാന്നിധ്യത്തിൽ ആശ്വസിക്കുന്ന, സന്തോഷിക്കുന്ന മനുഷ്യർ. ശത്രുക്കൾ പോലും 2-3 ദിവസം എല്ലാ യുദ്ധവും മാറ്റിവെച്ചിട്ട് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ നന്മകൾ പൊലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമുക്കിടയിൽ. അതിങ്ങനെ മതത്തിനകത്തായാലും രാഷ്ട്രീയ വിചാരങ്ങൾക്കകത്തായാലും സകല സൗഹൃദങ്ങൾക്കകത്തായാലും അങ്ങനെ തന്നെയാണ്. എന്നാലും ഇവിടെ സുവിശേഷത്തിൽ ഹെറോദോസിന്റെ മരണവൃത്താന്തം ഓർത്തു നോക്കിയേ. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കെ കാട്ടിക്കൂട്ടിയ ദുഷ്ടത്തരങ്ങളുടെ അങ്ങേയറ്റം അല്ലേ. തനിക്കൊരു എതിരാളി ജനിച്ചിട്ടുണ്ടെന്നൊക്കെ തോന്നുകയാണ്. എന്ന് വെച്ചാൽ മുഴുവൻ മനുഷ്യരെയും അയാളുടെ എതിരാളിയായിട്ട് എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് കൊട്ടാരം സന്ദർശിച്ച ജ്ഞാനികൾ കൈമാറിയ ആ ദൈവിക ഇടപെടൽ പോലും തനിക്കൊരു എതിരാളിയാണ് എന്ന് അയാൾ തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഒരു കൂട്ടക്കൊല തന്നെ നടത്താനായിട്ട് അയാൾ ഉത്തരവിടുന്നത്. അവിടെ കൊണ്ടും തീരുന്നില്ല. ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് വളർന്ന് മുതിർന്ന് ഒരു രാജാവൊക്കെ ആകാനായിട്ടൊരു പ്രായമുണ്ടല്ലോ. ഒരു 20 വയസ്സെന്നോ അത് പോരെന്ന് നമുക്കറിയാം. ഒരു 25 വയസ്സെന്നോ ഒക്കെ വേണമെങ്കിൽ നമ്മൾ സങ്കല്പിച്ചാൽ, സമ്മതിച്ചു കൊടുത്താൽ അന്നായിരിക്കാമല്ലോ ആ 25 വയസ്സുകാരനായിരിക്കുമല്ലോ തൻ്റെ എതിരാളിയായിട്ട് മാറാൻ പോകുന്നത്. ആ എതിരാളിയാണ് അതിനൊന്നും അവസരം കൊടുക്കാതെ ഇപ്പോഴേ കൊന്നുകളയാനായിട്ട് ഉത്തരവിട്ടതും ശ്രമിച്ചതും കൂട്ടക്കൊല നടത്തിയതും. എത്ര കാലം കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുക? 25 വർഷം കഴിഞ്ഞുള്ള യുദ്ധത്തിനു വേണ്ടി ഇപ്പോഴേ ഒരുങ്ങുന്നു. ഭൂമിയിലെ മണ്ടന്മാരിൽ മനുഷ്യർക്കല്ലേ എപ്പോഴും 1-ാം സ്ഥാനം. എപ്പോൾ വേണമെങ്കിലും കടന്നു പോകാവുന്ന ആളുകളാണെന്ന് ഒന്ന് വിചാരിച്ചുകൂടെ? ഇതിന്റെ ഉടമസ്ഥാവകാശം നമ്മുടെ കയ്യിലില്ല എന്ന് ഹെറോദോസ് മരിച്ചു. ഇങ്ങനെയാണ് വചനം പറയുന്നത്. കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചവൻ മരിച്ചു കഴിഞ്ഞു. മരണത്തെ ഒന്നുകൂടി നമുക്കൊന്ന് ഓർത്തെടുക്കാം, ധ്യാനിച്ച് കൂട്ടിരിക്കാം. ആമേൻ.